തിരൂർ ശിഹാബ് തങ്ങൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ലോകോത്തര നിലവാരത്തിലുള്ള ചികിത്സാ സൗകര്യവും പ്രശസ്തരായ ഡോക്ടർമാരുടെ സേവനവും പരിചരണവും ഇവിടെ ലഭ്യമായിട്ടുണ്ട്. സാന്ത്വനം സന്ദേശമാക്കിയ നാമധേയം, സേവനം, സമർപ്പണം. ശിഹാബ് തങ്ങൾ ഹോസ്പിറ്റൽ, തിരൂർ. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ധ്യാന. BP അങ്ങാടി നൈസ് പബ്ലിക് സ്കൂൾ വാർഷികാഘോഷം വർണ്ണശബളമായി. BP അങ്ങാടിയിൽ പ്രവർത്തിച്ചു വരുന്ന നൈസ് പബ്ലിക് സ്കൂളിന്റെ 3ാം വാർഷികാഘോഷം വർണ്ണശബളമായി. പിഞ്ചോമനകൾ കാഴ്ചവെച്ച കലാപരിപാടികൾ ഹൃദ്യാനുഭവമായി. വാർഷികാഘോഷ പരിപാടികൾ പ്രഹേളിക പത്രാധിപർ ബഷീർ പുത്തൻ വീട്ടിൽ ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെ ഒരു ആഘോഷ പരിപാടി സംഘടിപ്പിക്കുവാൻ തയ്യാറായ ഇതിന്റെ മാനേജ്മെന്റിനെ ആദ്യമായി അഭിനന്ദിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കലയും സാഹിത്യവും കായികവും ഒക്കെ ചെറുപ്പത്തിൽ തന്നെ പ്രോത്സാഹിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. ഒരു കാലത്ത് ഈ കലാരംഗത്തേക്കുള്ള കടന്നുവരവിന്, കുട്ടികൾ കലാരംഗത്തേക്ക് കടന്നു വരുന്നതിന് എതിർത്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് അത് ഒരു മതത്തിന്റെ ചട്ടക്കൂടിൽ ഒതുങ്ങി നിന്നുകൊണ്ടുള്ള എതിർപ്പായിരുന്നുവെങ്കിൽ പിന്നീട് അത് കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ ബാധിക്കും എന്നുള്ള രൂപത്തിലുള്ള എതിർപ്പായിരുന്നു. എനിക്ക് പറയാനുള്ളത്, കലയെ സ്നേഹിക്കാനും കലയെ വളർത്തിയെടുക്കുവാനും ഈ പിഞ്ചു കുഞ്ഞുങ്ങളുടെ മനസ്സിൽ കലയോടുള്ള ആദരവും അതിനോടുള്ള താല്പര്യവും വളർത്തിയെടുക്കുവാനും നമ്മൾ മുന്നോട്ട് വരണം. അങ്ങനെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അവര് ഒരു യഥാർത്ഥ കലാകാരനോ കലാകാരിയായി മാറുകയാണെങ്കിൽ അവരുടെ മനസ്സ് വിശാലമായിരിക്കും. സഹിഷ്ണുത ഒരിക്കലും ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരിക്കലും ഒരു മതമൗലികവാദിയാവാനോ വർഗീയവാദിയാവാനോ ഒരിക്കലും കഴിയുകയില്ല. PTA പ്രസിഡന്റ് ലിൻസൺ അധ്യക്ഷത വഹിച്ചു. അബ്ദുൽ സലാം ഹാജി, MK നൂറുൽ അമീൻ, അഡ്മിനിസ്ട്രേറ്റർ പി ബാലകൃഷ്ണൻ എന്നിവർ ആശംസകൾ നേർന്നു. പരിപാടികൾ ആസ്വദിക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കാനും അവരുടെ സർഗാത്മക കഴിവുകൾ കണ്ടെത്തുവാനും ഉള്ള വേദിയായിട്ടാണ് നമ്മൾ ഇന്ന് ഈ വേദിയെ നമ്മൾ കാണുന്നത്. അധ്യാപകർ എന്ന നിലയിൽ, അധ്യാപകരുടെയും മാതാപിതാക്കൾ എന്ന നിലയിൽ നമ്മളുടെയും കടമ അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനും ആ കഴിവുകൾ കണ്ടെത്തുവാനുമുള്ള നല്ലൊരു വേദിയായി ഈ വേദി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ വണ്ടർ കിഡ്സിനും ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഇന്ന് ഈ സ്കൂൾ വളരെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഈ പരിസരത്തുള്ള നാട്ടുകാരുടെ എല്ലാവിധ സഹകരണങ്ങളും എല്ലാ സമയത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്.
അതിൻ്റെ മനഃശാസ്ത്രം അനുസരിച്ചുകൊണ്ട് ഇതിനെ കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോകാനുള്ള ഒരു കഴിവ് ബഹുമാനപ്പെട്ട നടരാജൻ സാർ സ്വീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സർവീസിൻ്റെ ഒരു മഹത്വമായിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. Making the day today as a wonderful day. പിന്നെ അടുത്ത വർഷം ആകുമ്പോഴേക്കും ഈ സ്ഥലത്ത് കൂടുതൽ സൗകര്യത്തോടു കൂടിയ വലിയൊരു മഹാ ആനുവലാക്കി തീർക്കുമെന്ന് കരുതുന്നത് അതിന് എല്ലാവരും തരത്തിലുള്ള സൗഹൃദങ്ങളും സഹായങ്ങളും പാരൻസിന് കഴിഞ്ഞ് കിട്ടുമെന്നും പബ്ലിക് സ്കൂളിൻ്റെ ഒരു എളിയ സംഘാടകൻ എന്നുകൂടി പറയുന്ന എനിക്ക് നിങ്ങളെക്കാൾ ഉപരി വളരെയധികം സന്തോഷം പകരുന്ന ഒരു സുദിനമാണിത്. ഈ സ്കൂളിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇങ്ങനെ ഒരു പരിപാടി, അതേപോലെ തന്നെ അധ്യയനം, കുട്ടികൾക്ക് വേണ്ട വിദ്യാഭ്യാസം, അതേപോലെ തന്നെ മറ്റു കാര്യങ്ങൾ ഇതെല്ലാം നൽകാനായിട്ട് വളരെയധികം നേരത്തെ തന്നെ പ്രയത്നിച്ച നമ്മുടെ നടരാജൻ സാർ, അതേപോലെ തന്നെ മറ്റ് സ്റ്റാഫുകൾ, സ്വന്തം പേരിലും ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ പേർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. പ്രിൻസിപ്പൽ രേഖ സ്വാഗതവും മാനേജർ നടരാജൻ നന്ദിയും പറഞ്ഞു. ഈ നന്ദി പ്രകടനം തന്നെ ഞാൻ ഏറ്റെടുക്കാൻ കാരണം ഈ പരിപാടിയുമായിട്ട് തന്നല്ല, ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് കുറിച്ചുള്ള സഹകരണം ഇവിടുത്തെ സ്ഥലവാസികളുടെ ആയാലും ശരി തന്നെ, ഇവിടെ നിൽക്കുന്ന മാന്യ വ്യക്തിത്വങ്ങളുടേതായാലും ശരി തന്നെ, അതിനുപരി ഇവിടെ പേരൻസിൻ്റെ ആയാലും തന്നെ ആ സഹകരണത്തിന് നന്ദി പറയാൻ അർഹതപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ എന്നുള്ള നിലയിലാണ്. ഇവിടെ 8 മണിക്ക് തന്നെ കുട്ടികളിവിടെ എത്തി. അവർ അണിയറയിൽ മേക്കപ്പൊക്കെ ചെയ്ത് ഈ സ്റ്റേജിലേക്ക് കയറാനായിട്ട് വെമ്പൽ കൊണ്ട് നിൽക്കുകയാണ്. അതൊന്ന് കാണാൻ വേണ്ടിയാണ്, അതൊന്ന് ആസ്വദിക്കാൻ വേണ്ടിയാണ്, സ്വന്തം കുട്ടികളുടെ ആ ഒരു പ്രകടനം കാണാൻ. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ സ്കൂൾ തുടങ്ങിയിട്ട് 3 വർഷം പിന്നിടുകയാണ്. ആദ്യമായിട്ടാണ് നമുക്ക് ഒരു ഇനാഗുറൽ ഫംഗ്ഷൻ, അല്ല ഒരു ആനുവൽ ഡേ സെലിബ്രേഷൻ നടത്താൻ കഴിയും. ആനുവൽ ഡേ എന്ന് പറഞ്ഞാൽ വിശാലമായ ഒരു ഗ്രൗണ്ടിൽ വലിയൊരു പന്തലിട്ട് അതിൽ നല്ല വർണ്ണ ഭംഗിയുള്ള ഒരു വേദിയൊരുക്കി പ്രധാനപ്പെട്ട എല്ലാ തുറകളിലുമുള്ള പ്രധാന വ്യക്തിത്വങ്ങളെ എല്ലാം അണിനിർത്തിക്കൊണ്ട് നല്ലൊരു ഫംഗ്ഷൻ നടത്തുകയും അതിനുശേഷം സായം സന്ധ്യയ്ക്ക് ശേഷം നല്ല വിവിധ വർണ്ണങ്ങളോട് കൂടിയ രീതിയിൽ കുട്ടികളുടെ കാഴ്ചകൾ കേൾക്കുമ്പോഴാണ് അതിൻ്റെതായിട്ടുള്ള ഒരു ആനുവൽ പൂർണ്ണതയിലെത്തുന്നത്. നിർഭാഗ്യവശാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ സ്കൂളിന് നല്ല ഒരു സ്കൂളിനും അതിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ വിഷമമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ഒട്ടേറെ അപാകതകളുണ്ടാവും, ഒട്ടേറെ പോരായ്മകളുണ്ടാവും. നമ്മൾ അഡ്മിനിസ്ട്രേറ്റർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒട്ടേറെ പോരായ്മകളുണ്ടാവും. അതെല്ലാം സഹിച്ചുകൊണ്ട് ഇത് ഈ ആനുവൽ ഡേ കഴിയുന്നത് വരെ ഇവിടെയുള്ള രക്ഷിതാക്കളും കുട്ടികളും ഇവിടെ ഉണ്ടാവണമെന്നും അതിനുശേഷം നമ്മളിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും തന്നെ അവർക്കൊരു പ്രോത്സാഹനം എന്നുള്ള നിലയിൽ ഒരു ട്രോഫിയും നൽകുന്നതാണ്. അതുകൂടെ വാങ്ങി വേണം നിങ്ങൾ ഇവിടെ വേദി വിടുവാൻ. ഞാൻ ആദ്യമായി നന്ദി പറയുന്നത് ഇവരോടൊന്നും ഇവർക്ക് വേണ്ടിയിട്ടൊന്നുമല്ല, ഇവിടുത്തെ പേരൻസിനാണ്. കാരണം വളരെ ഭയാശങ്കയോടുകൂടി ഈ ഒരു ആനുവൽ ഡേക്ക് നമ്മളൊരു തീരുമാനമെടുക്കുകയും ഒരു PTA മീറ്റിംഗ് വിളിച്ച് അത് അവതരിപ്പിക്കുകയും ചെയ്തപ്പോൾ അവരത് സ്വയം ഏറ്റെടുത്തു എന്നുള്ളത് എന്നെ വളരെയേറെ സന്തോഷിപ്പിക്കുന്നതാണ്. ഞാൻ പറയുമ്പോൾ എൻ്റെ കണ്ണിൽ നിറയുന്നുണ്ട്. കാരണം ഇത്രത്തോളം സഹകരണം നമ്മളെ പേരൻസിൻ്റെ ഒരു സ്കൂളിന് മറ്റൊരു സ്കൂളിന് കിട്ടുമോ എന്നൊക്കെ സംശയങ്ങളുണ്ട്. എനിക്ക് സ്കൂളുകളുമായിട്ട് നല്ല ബന്ധമാണ്. എൻ്റെ മക്കൾ പഠിക്കുന്ന കാലം 10-17 വർഷത്തോളം കാലം ഞാൻ ഓരോ സ്കൂളിലും, അത് പഠിക്കുന്ന സ്കൂളിലൊക്കെ PTA പ്രസിഡന്റും PTA മെമ്പറൊക്കെ ആയിരുന്നു. അവിടെ സ്കൂളിൽ അവിടെയൊക്കെ നടക്കുന്ന ഓരോരോ കാര്യങ്ങളും എതിർപ്പുകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇവിടെ നമുക്ക് സ്വർഗമാണ്. ഈ നൈസ് പബ്ലിക് സ്കൂൾ സ്വർഗമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് പേരൻസ് മാത്രമല്ല, ഇവിടെ ഈ ഇരിക്കുന്ന വ്യക്തിത്വങ്ങളെല്ലാം തന്നെ ഓരോ ദിവസവും എന്നെ വിളിച്ച് അതാത് കാര്യങ്ങളെല്ലാം ചോദിക്കുകയും അറിയുകയും എന്ത് സഹായം വേണം പറഞ്ഞോളൂ എന്ന് പറയുന്ന ആൾക്കാരാണ് വേദിയിലിരിക്കുന്നത്. എൻ്റെ പേരൻസിനെയും അതേപോലെ തന്നെ ഇവിടുത്തെ ഈ പരിസരവാസികളെയും മാത്രമല്ല ഒരു പ്രതിഫലവും മോഹിക്കാതെ മറ്റുള്ള സ്കൂളുകളിലൊക്കെ പോകുമ്പോഴുള്ള പ്രതിഫലം മോഹിച്ചാൽ ആർക്കും ഇവിടെ സ്കൂളിൽ പണിയെടുക്കാൻ ജോലി ചെയ്യാൻ കഴിയില്ല. ഒരു പ്രതിഫലവും മോഹിക്കാതെയാണ് ഇവിടെയുള്ള എൻ്റെ ടീച്ചേഴ്സ്, 4 ടീച്ചേഴ്സ്, 6 ടീച്ചേഴ്സ്, അതേപോലെ തന്നെ ആയമാർ,
അവർ രാവിലെ 8 മണിക്കൂടെ എത്തിക്കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ഈ കുഞ്ഞുങ്ങളോടൊപ്പം കഴിയുകയാണ്. അപ്പൊ അതുപോലെ അവിടെ എല്ലാവരും ഈ സ്കൂളിന്റെ പ്രവർത്തിക്കുന്നവരാണ്. അതേപോലെ തന്നെ കുഞ്ഞുമക്കൾക്ക് ഇവിടെ വരുമ്പോൾ ഞാൻ ആ വണ്ടിയിൽ കയറ്റിക്കൊണ്ട് വരുമ്പോൾ ഓരോ അമ്മമാരും പറയുന്നത് എൻ്റെ കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ ഇന്നതുപോലെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ഇവിടെ വന്ന് ടീച്ചേഴ്സ് പറയുമ്പോൾ സ്വന്തം മക്കളെ പോലെ നോക്കുന്ന, അല്ലെങ്കിൽ സ്വന്തം പേരക്കുഞ്ഞിനെ പോലെ നോക്കുന്ന, അല്ലെങ്കിൽ കൊച്ചനിയന്മാരെ പോലെ നോക്കുന്ന സ്റ്റാഫുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അത്രത്തോളം നല്ല രീതിയിൽ നമുക്ക് ഈ സ്കൂൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതിൽ വളരെ സന്തോഷം. ഈ സ്കൂളിന്റെ മുഖച്ഛായയെല്ലാം മാറ്റിയെടുക്കുന്നതിൽ യാതൊരു സംശയവും വേണ്ട. അതിൽ നിങ്ങളെല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഇടയ്ക്കൊക്കെ മാറി പറയുന്നത് വഴിമാറി പോകുന്നോ എന്നോ എനിക്കറിയില്ല. എന്തായാലും ശരി, ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും, ഈ വേദിക്കാണ് ഉടനെ ഈ വേദിയിരിക്കുന്നവർക്കും, അതുപോലെ തന്നെ പേരൻസിനും, എൻ്റെ കുഞ്ഞുമക്കൾക്കും, ഇവിടുത്തെ പരിസരവാസികൾക്കും, അതുപോലെ തന്നെ എല്ലാവർക്കും ഞാൻ ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ യോഗ പരിപാടിയുടെ അവസാനിപ്പിച്ചതായി PTA പ്രസിഡന്റ് അംഗത്തോടെ പ്രഖ്യാപിക്കും. ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ്. ആഘോഷങ്ങൾ ഏതുമാകട്ടെ, പുതിയ ട്രെൻഡുകൾ അനുസരിച്ച് മനസ്സിനിണങ്ങിയ ആഭരണങ്ങൾ എടുക്കാൻ ഒരു കൈയകലെ ധീമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഉള്ളപ്പോൾ എന്തിനു ദൂരെ പോകണം? നമ്മളെ അറിയുന്ന, നാടിനെ അറിയുന്ന മംഗലത്തിന്റെ സ്വന്തം ജ്വല്ലർ ധീമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മംഗലം, എടപ്പാൾ. കോൺടാക്ട് 9946007916.